പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നേഹിതാവായ ദൈവമേ, ബൈബിളിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി ബൈബിളിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും ഒരു ബൈബിൾ സാക്ഷരത സമൂഹത്തിലുണ്ടാക്കാനും വേണ്ടി കർത്താവെ ഞങ്ങൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവെ, അങ്ങയുടെ കൃപ കൂടാതെ ഞങ്ങൾക്ക് ഈ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. കർത്താവെ, ഈ ബൈബിൾ പരമ്പര പ്രക്ഷേപണം ചെയ്യുന്ന ജെയിനിസ് മീഡിയ യൂട്യൂബ് ചാനലിനെയും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും, ഇതിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ ജോയ്സിനെയും ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ആത്മീയമായും ഭൗതികമായും എല്ലാ നന്മകളാലും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ എബ്രഹാമിനെ കുറിച്ച് നമ്മൾ കേട്ടു. എബ്രഹാത്തിൻ്റെ 8 മക്കളിൽ ആത്മീയ അനുഗ്രഹവുമായിട്ട് മുന്നോട്ട് പോയ ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇസഹാക്കിൻ്റെ 2 മക്കളിൽ ആത്മീയ അനുഗ്രഹവുമായിട്ട് മുന്നോട്ട് പോയ യാക്കോബിനെയും യാക്കോബിൻ്റെ 12 മക്കളെക്കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു. അതേസമയം എബ്രഹാമിൻ്റെ ഈ യാത്രയിൽ എബ്രഹാമിനോടൊപ്പം ഉണ്ടായിരുന്ന ലോത്തിനെ കൂടി ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമുക്ക് സഹായകരമായി മാറും. ഉൽപ്പത്തി പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 31 മുതൽ 32 തിരുവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. തേരഹ് കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ എബ്രഹാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായെയും അവൻ കൂടെ കൊണ്ടുപോയി. ലോത്തിൻ്റെ അപ്പനും അമ്മയും മരിച്ചതുകൊണ്ട് ഇവരുടെ കൂടെ കൊണ്ടുപോകും. അവർ ഹാരാനിലെത്തി അവിടുത്തെ വാസമർപ്പിച്ചു. തെരഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടയും. ഹാരാൻ മരിച്ചതിന് ശേഷം ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. 12-ാമത്തെ അധ്യായത്തിൽ എബ്രഹാമിന് 7 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയതിന് ശേഷം 4-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. അബ്രഹാമിനെയാണ് വിളിച്ചത്. അബ്രഹാം മുന്നോട്ട് പോയി. വിളി ലഭിക്കാത്ത ലോത്തും അബ്രഹാമിൻ്റെ കൂടെ തിരിച്ചു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ലോത്തിൻ്റെ അപ്പനും അമ്മയും മരണപ്പെട്ടു. 2, പ്രായമായിട്ടും അബ്രഹാമിനും സാറയ്ക്കും മക്കളില്ലാത്തതുകൊണ്ട് മകനെ പോലെ തന്നെ ലോത്തിനെ കരുതുന്നുകൊണ്ട് ലോത്തിനെയും കൂടെ പോയി. വിളി ലഭിക്കാത്ത ആള് വിളി ലഭിച്ചവൻ്റെ കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നു 13-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം ലോത്തും തമ്മിൽ ഉണ്ടാകുന്ന ഭിന്നത. 13-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അബ്രഹാമിൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിന് ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് സമ്പത്ത് ആർജിക്കുന്നു. ഒന്നിച്ച് പാർക്ക് വയ്യാതായി. അബ്രഹാമിൻ്റെ ലോത്തിനെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ട്. അക്കാലത്ത് കാനാൻകാരും പെരീസ്യരും നാട്ടിൽ ഉണ്ടായിരുന്നു. ലോത്തിനെ വിളി ലഭിച്ചില്ലെങ്കിൽ അബ്രഹാം കൂടെ കൊണ്ടുപോകുന്നു. കുറെ സമ്പത്ത് അവനെ ഏൽപ്പിക്കുന്നു. അവനത് ഭംഗിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ലോത്തിൻ്റെ ജീവനക്കാരും അബ്രഹാമിൻ്റെ ജീവനക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എബ്രഹാം ലോത്തിനോട് പറഞ്ഞു, 8-ാമത്തെ വാക്യം, നമ്മൾ തമ്മിൽ നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാർ തമ്മിൽ കലഹിക്കരുത്. എന്തെങ്കിലും സാമ്പത്തികമായ പങ്കുവെപ്പ് നടത്തുന്ന സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സമാധാനമായിട്ട് വർത്തിക്കണം എന്നൊരു ഉപദേശമാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗത്താണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്ത് പോയിക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. സമ്പത്ത് മുഴുവൻ അബ്രഹാമിൻ്റെയാണ്. അബ്രഹാം ആർജിച്ചെടുത്ത സമ്പത്താണ്. പക്ഷെ സമ്പത്ത് അനിയനുമായിട്ട് പങ്കുവെക്കേണ്ട സമയം വരുന്ന സമയത്ത് എബ്രഹാം തനിക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയല്ല ചെയ്തത്. സഹോദരപുത്രനായ ലോത്തിനോട് പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ഇടതുഭാഗം വേണമെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, വലതുഭാഗം വേണമെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു.
അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗോമോറയും നശിപ്പിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലങ്ങളിലെ നഗരങ്ങളിൽ വസിച്ചു. അവൻ സൊദോമിനോടടുത്ത് കൂടാരം പഠിച്ചു. സൊദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. ഏതെങ്കിലും ദേശത്ത് സ്ഥലം വാങ്ങി താമസിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്ത് വ്യാപാര വാണിജ്യ ഏർപ്പെടാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ് ഇവിടെ പറയുന്നത്. ഒരു ദേശത്ത് മഹാപാപികളും ദുഷ്ടന്മാരുമായിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ദേശത്ത് പോയി താമസിക്കാതിരിക്കുക. ഒരു ദേശത്തുള്ള ആളുകൾ തെമ്മാടികളും ദുഷ്ടത ചെയ്യുന്നവരാണെങ്കിൽ ആ നാട്ടിൽ ചെന്ന് വ്യാപാരം ചെയ്യാതിരിക്കുക. ആ ദേശത്തുള്ള ആളുകൾക്ക് വായ്പ കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ചില പ്രായോഗികമായ ഒരു ഉപദേശമാണ് ഇവിടെ തരുന്നത്. എബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ട ശേഷം കർത്താവ് എബ്രഹാമിനെ പ്രത്യക്ഷപ്പെടുന്നു. വീണ്ടും പറയുന്നു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശങ്ങളെ നിനക്ക് നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. എബ്രഹാം തന്റെ കൂടാരം മാറ്റി എബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. ഇപ്പൊ എബ്രഹാം ഹെബ്രോണിൽ വന്ന് താമസമാക്കുന്നു. അവിടെ സമതലങ്ങളിൽ, ജോർദാൻ സമതലങ്ങളിൽ സോദോമിൽ വന്ന് ദുഷ്ടന്മാരുടെ നടുവിൽ വന്ന് താമസിക്കും. പിന്നീട് നമ്മൾ കാണുന്നു, അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികമായ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടക്കുന്നു. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്കെതിരെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടക്കുന്ന സമയത്ത് സോദോം ഗോമോറ പട്ടണം പിടിച്ചെടുക്കുന്നു. സിദ്ദിം താഴ്വര നിറയെ 14-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, സിദ്ദിം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു. സൊദോമിലെയും ഗോമോറയിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു. അവർ യുദ്ധം പരാജയപ്പെട്ടു. 12-ാമത്തെ വാക്യം, സോദോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രൻ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ജയിച്ച ഈ 5 രാജാക്കന്മാർ ലോത്തിനെയും അവന്റെ ഭാര്യയെയും അവരുടെ മക്കളെയും സമ്പത്തും എല്ലാം കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി. ഇതറിഞ്ഞ സമയത്ത് എബ്രാമിനെ വിവരം ലഭിക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരെ 318 പേരോടൊപ്പം എബ്രാം ധാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ചു. ദമാസ്കസിന് വടക്കുള്ള ഹേബ വരെ ഓടിച്ചു. അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു. ലോത്തിന്റെ സമ്പത്തെല്ലാം യുദ്ധം ചെയ്ത് എബ്രഹാം വീണ്ടെടുത്തു. ചാർച്ചക്കാരനായ ലോത്തിനെ അവൻ്റെ വസ്തുക്കളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവരുന്നു. ആ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നു, ഈ സോദോം ഗോമോറ പട്ടണത്തിൽ ലോത്തും കുടുംബവും താമസമാക്കുന്നു. ആ താമസമാക്കണ സമയത്ത് ഒരു ദിവസം ദൈവദൂതൻ കടന്നു വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, സോദോം ഗോമോറ പട്ടണം നശിപ്പിക്കാൻ പോവുകയാണ്. കാരണം അവിടെ സ്വർഗരതി അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ലൈംഗിക പാപങ്ങളും തിന്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ ദേശം നശിപ്പിക്കാൻ പോകുന്നു. ആ ദേശം നശിപ്പിക്കാൻ ചെന്ന സമയത്ത് എബ്രഹാം ദൈവത്തോടൊരു ആലോചന ചോദിക്കുകയാണ്. നമ്മൾ 18-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവ് പറഞ്ഞു, സൊദോമിനും ഗോമോറയ്ക്കും എതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരവുമാണ്. അതിനാൽ അവരുടെ പ്രവർത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂരിക്കുന്നു ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. ഇത് കേട്ട സമയത്ത് ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്ന ദൈവദൂതന്മാർ പറഞ്ഞ സമയത്ത് അബ്രഹാം ചോദിക്കുകയാണ്, 25-ാമത്തെ വാക്യം, 18-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കാതെ അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഭൂമി മുഴുവൻ്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുളി ചെയ്തു, സൊദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും. ഒരു നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. ഒന്നല്ല 2, സൊദോം എന്ന നഗരവും ഗൊമോറ എന്ന നഗരവും നശിപ്പിക്കാൻ പോവുകയാണ്. അവരുടെ ഗുരുതരമായ പാപങ്ങളെക്കുറിച്ച് അവർക്കെതിരെയുള്ള വിലാപങ്ങൾ ദൈവസന്നിധിയിൽ ഉയരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു, ഈ നഗരത്തെ നശിപ്പിക്കാൻ പോകുന്ന സമയത്ത് അബ്രഹാം ദൈവത്തോട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ എന്നായിരുന്നു അബ്രഹാമിൻ്റെ ആവശ്യം. ഇത് കേട്ട വഴിക്ക് ദൈവം പറഞ്ഞു, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കില്ല. ഇത് പറഞ്ഞ വഴിക്ക് അബ്രഹാമിനൊരു സംശയം, 50 പേരുണ്ടോ? അതുകൊണ്ട് അബ്രഹാം വീണ്ടും ചോദിക്കുകയാണ്,
45 പേരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ? 28-ാമത്തെ വാക്യം, 18-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീതിമാന്മാർ 50-ന് 5 കുറവാണെന്ന് വന്നാലും. അതായത് 45 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അത് പറഞ്ഞ വഴിക്ക് ദൈവദൂതൻ സമ്മതിച്ചു. 45 നീതിമാന്മാരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എബ്രഹാം തിരിഞ്ഞു നോക്കി. അവിടെ ഈ 45 പേര് കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ചോദിച്ചു, 40 പേരെ ഉള്ളെങ്കിലോ? അവിടുന്ന് പ്രതിവെച്ചു, 40 പേരെ പ്രതി ഞാൻ നഗരം നശിപ്പിക്കില്ല. അപ്പോൾ 50 പേരുണ്ടെങ്കിൽ നഗരത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ച വഴിക്ക് ഇല്ലെന്ന് പറയുന്നു. 50 പേരെ കണ്ടുമുട്ടുന്നില്ല. അതുകൊണ്ട് 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമെന്ന് ചോദിക്കുന്നു. 45 പേരെ കണ്ടുമുട്ടുന്നില്ല. 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടുന്നില്ല. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, 30 പേരെ ഉള്ളെങ്കിലോ? ഒരുപക്ഷെ 30 പേരെ ഉള്ളെങ്കിലോ? അവിടെ നല്ല ചെയ്ത് 30 പേരെ കണ്ടെത്തെങ്കിൽ ഞാനത് നശിപ്പിക്കില്ല. അപ്പോൾ 30 നീതിമാന്മാരെ കണ്ടെത്തേണ്ടത് എബ്രഹാമിൻ്റെ ചുമതലയാണ്. അപ്പം 30 പേരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് എബ്രഹാമിന് വീണ്ടും പ്രശ്നമായി. അതുകൊണ്ട് എബ്രഹാം ചോദിച്ചു, 20 പേരെ ഉള്ളെങ്കിലോ? 20 പേരെ പ്രതി ഞാനത് നശിപ്പിക്കില്ല. അവൻ പറഞ്ഞ, കർത്താവെ കോപിക്കരുത്. എബ്രഹാം വീണ്ടും ചോദിക്കുകയാണ്, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ, 10 പേരെ അവിടെ ഉള്ളുവെങ്കിലും ആ 10 പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബ്രഹാം ഒരു പട്ടണത്തിൻ്റെ നാശം ഒഴിവാക്കാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്ന സമയത്ത് ദൈവവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന നീതിമാനായ എബ്രഹാം, വിശ്വാസികളുടെ പിതാവായ എബ്രഹാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. പട്ടണത്തിൽ 50 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ? 45 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ? 40 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ? 30 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ? 20 പേരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ? 10 പേരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ? ഇത് പറഞ്ഞ വഴിക്കെല്ലാം ദൈവം അത് അനുവദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഒരു ദേശത്തെ ദൈവം പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം വില കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു ദേശം മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന സമയത്ത് നീതിമാന്മാരായിട്ട് ജീവിക്കുന്ന 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മറ്റുള്ള ആളുകൾ തിന്മ പ്രവർത്തിച്ചാലും മ്ലേച്ഛമായിട്ട് നിന്നാലും ആ ഒരാളെ പ്രതി ആ കുടുംബത്തിൻ്റെ രക്ഷദൈവം ഉറപ്പാക്കും എന്ന് നമുക്ക് ഈ തിരുവചനത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഒരു പട്ടണം എന്ന് പറഞ്ഞാൽ നിരവധി ആളുകളുള്ള ദേശത്തെയാണ് പട്ടണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രാമം എന്ന് പറയുന്നത്. പട്ടണം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കാൻ അബ്രഹാമിൻ്റെ പ്രാർത്ഥന, 10 പേരെങ്കിലും കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ ദേശത്തെ നശിപ്പിക്കാതിരിക്കുമോ? ഒരാളുടെ കയ്യിൽ 10 വിരലുകളാണുള്ളത്, ഒരാളുടെ കാലിൽ 10 വിരലുകളാണ് ഉള്ളത്. അല്ലെങ്കിൽ ദൈവം കൽപ്പനകളെ കൊടുത്തപ്പോൾ 10 കൽപ്പനകളാണ് കൽപ്പലകളിൽ എഴുതി കൊടുത്തത്. അപ്പോൾ 10 പേരെങ്കിലും നീതിമാന്മാരുണ്ടെങ്കിൽ ദേശത്തിൻ്റെ രക്ഷ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ 10 പേരെ പോലും കാണാതിരുന്നത് കൊണ്ട് എബ്രഹാം തൻ്റെ പ്രാർത്ഥന നിർത്തി. ആ പ്രാർത്ഥന നിർത്തിയ സമയത്ത് ദൈവം സൊദോമിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരമുണ്ടാക്കുവാൻ, ദേശത്തെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ദൈവദൂതന്മാർ അവിടെ കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. 19-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം, സൊദോമിൻ്റെ പാപം എന്ന തലക്കെട്ടോടുകൂടിയാണ് തിരുവചന ഭാഗം തുടങ്ങുന്നത്. അവർ കിടക്കും മുമ്പ് സൊദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ളവർ എല്ലാവരും വന്ന് വീട് വളർന്നു. ലോത്തിൻ്റെ ഭവനത്തിൽ 3 യുവാക്കൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് പട്ടണത്തിലെ യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ളവർ എല്ലാവരും വന്ന് വീട് വളർന്നു. അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞ്, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിനെ അവരെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പറയുന്ന ലെസ്ബിയൻ, ഗേ എന്നൊക്കെയുള്ള ഒമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത് ഈ സൊദോം നഗരത്തിലാണ്. സ്വർഗരതിയിൽ ഏർപ്പെടുന്ന ആളുകളെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സോഡമൈറ്റ്സ്. സോഡോം എന്നുള്ള പദത്തിൽ നിന്ന്, നഗരത്തിൽ നിന്നാണ് സോഡമൈറ്റ്സ് എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിക്കുന്നത്.
സ്വർഗരതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മ്ലേച്ഛത നിലനിൽക്കുന്നു. അവിടെ പറയുന്നു, വൃദ്ധന്മാർ മുതൽ യുവാക്കൾ വരെ സ്വാഭാവികമായ ബന്ധങ്ങൾക്ക് പകരം പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞ യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളർന്നു. അവർ ലോത്തിനെ വിളിച്ചു വന്ന്, എൻ്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടുന്ന അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കഥ കടച്ചിട്ട് അവരെ അടുത്തേക്ക് ചെന്നു. അവൻ അവരോട് പറഞ്ഞു, സഹോദരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. അല്ലെങ്കിൽ ഈ മ്ലേച്ഛത കാണിക്കുന്നവരോട് ആ മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാൻ അവരാവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കോംപ്രമൈസ് ഡീല് പറയാണ്. പുരുഷ സ്പർശം ഏൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം, ഇഷ്ടം പോലെ അവരോട് ചെയ്തുകൊള്ളു, പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്തത്. അതായത് നിങ്ങളുടെ ഒരു ലൈംഗികമായ ആവശ്യം നിറവേറ്റാനാണെങ്കിൽ എൻ്റെ 2 പെൺമക്കളെ, ഇതുവരെ പുരുഷ സ്പർശം ഏൽക്കാത്ത പെൺമക്കളുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം, പക്ഷേ എൻ്റെ വീട്ടിൽ അതിഥികളായിട്ട് വന്നിട്ടുള്ള ഈ യുവാക്കളെ ഒന്നും ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ അവർ അതിഥികളാണ്, മാറി നിൽക്കുന്നവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അപ്പോൾ ലോത്ത് ആ പട്ടണത്തിൽ അന്യനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇപ്പോഴും പരദേശി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പരദേശിയെ വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും. അപ്പോൾ ഈ പുരുഷവേശ്യ സമ്പ്രദായം ലോത്തിൻ്റെ അടുത്തേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ ലോത്തിനെ ശക്തിയെ തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കുവാൻ ചെന്നു. വീടിൻ്റെ വാതിൽ അടിച്ചു പൊളിക്കാൻ ചെല്ലുകയാണ്. അത്രയും കോപത്തോടു കൂടിയാണ് ഈ മ്ലേച്ഛമായ ലൈംഗികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ലോത്തിൻ്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കി വാതിലടച്ചു. വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞ് വലഞ്ഞു. ഇപ്പം കടന്നു വന്ന ദൈവദൂതന്മാർ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കണ്ണ് തുറന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അന്ധന്മാരായിട്ടുള്ള ആളുകൾ, ബർത്തമേസ് ഉൾപ്പെടെയുള്ള പല ആളുകളും കണ്ണടഞ്ഞു പോയ ആളുകളുടെ കണ്ണുകൾ തുറന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ കണ്ണുകൾ അടക്കുകയാണ്. വാതിലുണ്ടെന്ന് എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞ് വളഞ്ഞു. അങ്ങനെയാണ് ആ പ്രതിസന്ധിയെ മറികടക്കുന്നത്. ആ മറികടന്നതിന് ശേഷം ഈ ദൈവദൂതന്മാർ ലോത്തിനൊരു ഉപദേശം കൊടുക്കുകയാണ്. ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ ആരെങ്കിലും നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്നു. ഈ 2 ദൈവദൂതന്മാർ ലോത്തിനോട് പറയുന്നത്, ഞങ്ങൾ നേശം നടത്തിയാൽ നിന്റെ ബന്ധുപുത്രാദികൾ ആരെങ്കിലും, അല്ലെങ്കിൽ നിന്റെ പെൺമക്കളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവുക. 14-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. 19-14 ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ അവർ തമാശ പറയുകയാണെന്ന് എന്നാണ് അവർക്ക് തോന്നിയത്. ദൈവദൂതന്മാർ വന്ന് പറഞ്ഞിട്ടാണ് ലോത്ത് തൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അത് അവർക്ക് തമാശയായിട്ടേ തോന്നിയുള്ളൂ. തുടർന്ന് ഈ ദൈവദൂതന്മാർ ലോത്തിനോട് പറയുന്നു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും വരുന്ന മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു മരിക്കും. ലോത്ത് പറഞ്ഞു, യജമാനെ അങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ, എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ, അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്നും വരുന്നു. ഇതാ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്, ഞാൻ അങ്ങോട്ട് പോകട്ടെ. അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യം ഞാൻ സ്വീകരിച്ചു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കില്ല, വേഗമാട്ടെ അങ്ങനെ ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്ന പേരുണ്ട്. ഓടി രക്ഷപ്പെട്ട നഗരം എന്ന നിലയിൽ സോവാർ എന്ന പേര് കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നു, തിരിഞ്ഞു നോക്കരുതെന്നാണ് പറഞ്ഞത്. 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ലോത്തിന്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. പിന്തിരിഞ്ഞ് നോക്കരുത് എന്ന് പറയുന്ന സമയത്ത് അനുസരണക്കേട് ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യും. നമ്മൾ പിന്നീട് കാണുന്നു, ദൈവം അബ്രാഹത്തെ ലോർത്ത് പാത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് ലോത്തിനെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. പട്ടണങ്ങളും പരിസര പ്രദേശങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് അഗ്നിയും തീയും ഗന്ധകവും ഒക്കെ ഇറങ്ങി ദേശം മുഴുവൻ കത്തിച്ചമ്പലാക്കി പോയ സമയത്ത് ലോത്തിനെയും 2 പെൺമക്കളെയും ദൈവം ഇടപെട്ട് രക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സംഭവങ്ങളും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സോവാറിൽ
30-ാമത്തെ വാക്യം. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ 2 പെൺമക്കളെയും കൂട്ടി അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായ ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ യാതൊരു പുരുഷനുമില്ല. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊപ്പം ശയിക്കാം. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നിലനിർത്താം. അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞ് കുടിപ്പിച്ചു. മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു. അവൾ വന്ന് കിടന്നു എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അപ്പനോട് ഒന്നിച്ച് ശയിച്ചു. ഇന്ന് നമുക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാം. ഇന്ന് നീ പോയി അവനോട് കൂടെ ശയിക്കുക. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം. ഈ പെൺകുട്ടികൾ ഈ തിന്മയൊക്കെ കണ്ട് വളർന്ന ആളുകളായതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ, ആത്മീയതയുടെ യാതൊരു സാരാംശമില്ലാത്ത പെൺകുട്ടികളായിരുന്നതുകൊണ്ട് അമ്മ മരണപ്പെട്ടു. അല്ലെങ്കിൽ ആ പട്ടണത്തിലുണ്ടായ യുവാക്കൾ മുഴുവൻ മരണപ്പെട്ടു. അതുകൊണ്ട് ഇനി തങ്ങളെ വിവാഹം കഴിക്കുവാൻ ആരും ഈ ലോകത്തിൽ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തങ്ങളുടെ സന്താന പരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി ഈ പെൺമക്കൾ അപ്പനെ വീഞ്ഞു കൊടുത്ത് അബോധാവസ്ഥയിലാക്കി. ആദ്യം മൂത്ത മകൾ പോയി അപ്പനോടൊപ്പം ശയിക്കുകയും പിറ്റേ ദിവസം വീണ്ടും അപ്പനെ വീഞ്ഞു കുടിപ്പിക്കുകയും പിതാവിനോടൊപ്പം ശയിക്കുകയും ചെയ്യുന്നു. 2 മക്കളും അവരുടെ കൂടെ പോയി ശയിക്കുന്നു. നമ്മൾ പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, നോഹ വീഞ്ഞുണ്ടാക്കുന്നു, വീഞ്ഞു കുടിക്കുന്നു, വിവസ്ത്രനായി നഗ്നനായി കിടക്കുന്നു. തൻ്റെ മകനായ ഷേം വന്നാണ് നോഹയെ വസ്ത്രം ധരിപ്പിച്ച് സ്വന്തം ഭവനത്തിലേക്ക് ഇതിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈ വീഞ്ഞുകുടിയും അതിനെ തുടർന്നുണ്ടാകുന്ന തിന്മകളും എല്ലാം നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് കാണുന്നുണ്ട്. ഇവിടെ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി അപ്പനുമായിട്ട് ലൈംഗിക വീഴ്ച നടത്തുന്നു, ലൈംഗിക പാപം ചെയ്യുന്നു. നമ്മൾ പിന്നീട് കാണുന്നു 36-ാമത്തെ. അങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു, മൊവാബ് എന്ന് അവനെ പേരിട്ടു. മൂത്ത മകൾക്ക് സ്വന്തം അപ്പനിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ മൊവാബ് എന്ന് പേരിട്ടു. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന സമയത്ത് മൊവാബിയർ എന്നൊരു പേര് കേൾക്കുന്നുണ്ട്, പലയിടത്തും കാണാറുണ്ട്. ഈ മൊവാബിയരുടെ തുടക്കം അല്ലെങ്കിൽ മൊവാബിയരുടെ പിതാവായ മൊവാബ് ഇങ്ങനെ അപ്പനിൽ നിന്ന് മകൾക്ക് ജനിച്ച കുഞ്ഞാണ് മൊവാബ്. നമ്മൾ വീണ്ടും കാണുന്നു, മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു, മൊവാബ് എന്ന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മൊവാബിയരുടെ എല്ലാം പിതാവാണ് അവൻ. ഇളയവൾക്ക് ഒരു മകൻ ജനിച്ചു, ബെൻ അമ്മി എന്ന് അവന് പേരിട്ടു. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള അമോണിയരുടെ എല്ലാം പിതാവാണ് അവൻ. അമോണിയർ എന്ന് നമ്മൾ ബൈബിളിൽ പലപ്പോഴും ഒരു പരാമർശം കാണുന്നതാണ്. ഇന്ന് DNA ടെസ്റ്റും ആൻസിസ്ട്രി ടെസ്റ്റും പരിശോധനകളൊക്കെ നടത്തിക്കഴിഞ്ഞ് ഈ ആളുകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ഇങ്ങനെയാണ് വന്ന് അവസാനിച്ചത്. ഈ മൊവാബിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ ആണ് ഇന്നത്തെ സിറിയ, ലെബനൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവർ. ഈ അമോണിയർ എന്ന് വിളിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബെൻ അമി എന്ന് വിളിക്കപ്പെടുന്ന മകൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് ജോർദാൻ എന്ന രാജ്യത്ത്, പ്രത്യേകിച്ച് ജോർദാൻ്റെ തലസ്ഥാനമായ അമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഴുവനും ഇവരുടെ DNA-യിൽപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് മുഴുവൻ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷം വായിക്കുന്ന സമയത്ത് കാണുന്നുണ്ട്, ഇങ്ങനെ ജനിച്ചവരായതുകൊണ്ട് ഇവരുടെ 10 തലമുറയിൽപ്പെട്ട ആളുകളെ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശന അനുമതി നിഷേധിച്ചിരുന്നു. അങ്ങനെ പ്രവേശന അനുമതി നിഷേധിക്കപ്പെട്ട് മാറ്റി നിർത്തിപ്പെട്ടിരുന്ന വംശവും വർഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ. എന്നാൽ നമ്മൾ പിന്നീട് കാണുന്നു, ബൈബിളിൽ തന്നെ പഴയ നിയമത്തിലെ റൂത്തിൻ്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. റൂത്തിൻ്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മളവിടെ കാണുന്നുണ്ട്, അവിടെ നവോമി എന്ന ഒരു സഹോദരിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. നവോമി തൻ്റെ ഭർത്താവും ഒപ്പം ദേശത്ത് ക്ഷാമം വന്ന സമയത്ത് കടന്നു ചെല്ലുന്നു. ആ കടന്നു ചെല്ലുന്ന സമയത്ത് നവോമിയുടെ 2 ആൺമക്കളും നവോമിയോടൊപ്പം പോകുന്നു. ആ പോയി കഴിഞ്ഞ് ആ ദേശത്ത് കടന്നു ചെന്ന് താമസിക്കുന്നു. ആ താമസിക്കുന്ന സമയത്ത് ഈ 2 ആൺമക്കളും ഈ പറയുന്ന മൊവാബിയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. ആ മൊവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട്
ഏതാനും നാളുകൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, വാഗ്ദത്ത ദേശത്ത് താമസിക്കേണ്ട ആളുകളാണ്, അവർ ജെറുസലേമിൽ താമസിച്ചിരുന്ന ആളുകളാണ്, ജെറുസലേം വിട്ട് ഒരിക്കലും പുറത്ത് പോകാൻ പാടില്ലാത്ത ആളുകളാണ്. പക്ഷെ അവർ ദേശം വിട്ട് പോകുന്നു. ദേശം വിട്ട് ചെന്ന സമയത്ത് അവിടെ പോവുകയും വിജാതീയരായിട്ടുള്ള ആളുകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. ഏതാനും നാളുകളിൽ സമയത്ത് ഈ 2 ആൺമക്കളും നവോമിയുടെ ഭർത്താവും മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് നവോമി തൻ്റെ മക്കളോട്, ഈ 2 മരുമക്കളോടും പറയുന്നതാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ മക്കളും മരിച്ചു, ഞാൻ എൻ്റെ ദേശത്തേക്ക് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്നതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ദേശത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളാൻ പറയും. ആ തിരിച്ചു പോയിക്കൊള്ളാൻ പറയുന്ന സമയത്ത് മൂത്ത മരുമകൾ പറയുന്നു, പോകുന്നില്ലെന്ന് പറയുന്നു. എന്നാൽ അവൾ തിരിച്ചു പോന്നു. രണ്ടാമത്തെ മരുമകളായ റൂത്ത് പറയുന്നു, അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം, അമ്മ പോകുന്നിടത്തേക്ക് ഞാൻ പോകും, അതുകൊണ്ട് ഞാൻ ഒരിടത്തിലേക്കും പോകുന്നില്ലെന്ന് പറയുന്നു. അമ്മയുടെ കൂടെ തന്നെ പോകുന്നു, നിർബന്ധം പിടിക്കുന്നു. അതിന് അവസാനം നവോമിയോടൊപ്പം ഈ മോവാബിയ പെൺകുട്ടിയായ റൂത്ത് കടന്നു വരുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നു, നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ വംശാവലി കാണുന്ന സമയത്ത് വളരെ രസകരമായിട്ടൊരു സംഭവവികാസം നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, 5-6 വാക്യങ്ങളിൽ സൽമോൻ റാഹാബിൽ ജനിച്ച ബോവസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും എന്ന ഒരു പരാമർശം നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോമിയോടൊപ്പം കടന്നു വരുന്ന റൂത്തിനെ പിന്നീട് ബോവസ് വിവാഹം കഴിക്കുന്നു. ബോവസിന് റൂത്തിൽ നിന്ന് ജനിച്ച മകനാണ് ഓബേദ്. ഓബേദിന് ജനിച്ച മകനാണ് ജെസ്സയുടെ മകനാണ് ദാവീദ്. അല്ലെങ്കിൽ വലിയ തിന്മ ചെയ്ത് സ്വന്തം അപ്പനിൽ നിന്ന് തന്നെ മകനെ ജനിപ്പിച്ച മ്ലേച്ഛമായ പാരമ്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും ദൈവം ക്രിസ്തുവിൻ്റെ മുന്നൊരുക്കമായി വന്ന് വിജാതിയരുടെ രക്ഷ ക്രിസ്തുവിലൂടെ ആണെന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി റൂത്തിൻ്റെ പേര് ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു. എബ്രഹാത്തിൽ നിന്ന് 14ാമത്തെ തലമുറയിലാണ് ദാവീദ് ജനിക്കുന്നത്. 10ാം തലമുറയിലെ കാര്യമാണ് പറയുന്നത്. സൽമോൻ റാഹാബിൽ ജനിച്ച ബോവസ് റൂത്തിൽ ജനിച്ച ഓബേദിൽ നിന്ന് ജനിച്ച ജെസ്സയ്ക്ക് ഉണ്ടായ മകൻ ദാവീദ് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി തീരുകയും ദേശം മുഴുവൻ കീഴടക്കുകയും, ജോഷുവയുടെ സമയത്ത് ദേശത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ദേശം മുഴുവൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുന്നതിനും യോജിക്കുന്നതിനും ഇടയായി. അല്ലെങ്കിൽ സർവ്വജനതകളുടെയും രക്ഷ, യഹൂദന്മാരുടെ മാത്രം രക്ഷയല്ല യേശു ക്രിസ്തു, പാപം ചെയ്തവരുടെയും തിന്മ ചെയ്തവരുടെയും വിജാതിയരുടെയും രക്ഷ ക്രിസ്തുവിലൂടെ സംഭവിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സംഭവം, ലോത്തിൻ്റെ പരമ്പരയുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾ നമ്മളെ സുവിശേഷം അറിയിക്കുന്നു. ഇതിൻ്റെ ആത്മീയവശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുൻ തലമുറയിൽ, നമ്മളുടെ അപ്പാപ്പനോ മുൻ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തിന്മ പ്രവൃത്തി ചെയ്ത് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടായി എന്ന് തെറ്റിദ്ധാരണയോടുകൂടി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ അവരതിൽ നിന്ന് വിടുവിക്കുകയും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നും പഴയതെല്ലാം കടന്നുപോയെന്നും ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ കൂടാരം നമ്മുടെ ഇടയിൽ വസിക്കുന്നുവെന്നും ഇനി മുതൽ കണ്ണുനീരോ മുറവിളിയോ നിലവിളിയോ ഇല്ലെന്നും ഒരു പുതു സൃഷ്ടിയാവുക എന്നാണ് പരമപ്രധാനം എന്നുള്ള ദൈവിക സന്ദേശം ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. ഈ സുവിശേഷ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.